ആ ഇന്നെന്താണ് ഉണ്ടാക്കുന്നത്? ഹലോ ഹലോ. ഇന്ന് ഇന്ന് നമ്മളൊരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോവാണ്. എല്ലാ ഫിഷ് ലവേഴ്സിനും വേണ്ടിയിട്ട് ഒരു ഫിഷ് പിക്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള മീനൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒന്ന്, ചൂരമീൻ. ചൂരമീനാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചൂരമീനാണ് പിക്കിളിടാൻ ഇഷ്ടം. ചൂരമീൻ 1 കിലോ വെട്ടി കഴുകി വളരെ ചെറിയ ചെറിയ പീസാക്കിയത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് പിരിയൻ മുളക് പൊടി, ഇത് കായപ്പൊടി, നല്ലെണ്ണ, പിന്നെ വിനിഗർ, കോക്കനട്ട് ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ ഈ ഫിഷിനെ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ പിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാല കൊണ്ട് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിന് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ആദ്യത്തെ സാധനങ്ങൾ നമ്മൾ കറിവേപ്പിലയാണ്. അത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി. ചിലപ്പോൾ 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ ആവശ്യം വേണ്ടി വരും. കാരണം ഇതിന് മസാല നന്നായിട്ട് മീനിൽ പിടിക്കണം. അപ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ കൂടുതലിടാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂണാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അടുത്തത് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, അതായത് പിരിയൻ മുളക് പൊടി. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇടണം. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളകും 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ആവശ്യത്തിന് ഇടണം. കുറച്ച് കൂടുതലായിട്ട് ഇടാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർക്കാം. ഉപ്പിടണം. ഇതിനൊരു പ്രത്യേക അളവിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു കണക്കിലങ്ങ് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വിനീഗറാണ് ഒഴിച്ചേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുന്നത് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മസാല നമ്മൾ ഈ മീനിൽ നന്നായിട്ട് പുരട്ടാൻ പോവാം. ഈ മീനിൽ ഈ മസാല നന്നായിട്ട് പുരട്ടണം. കൈ കൊണ്ട് പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്പൂണൊക്കെ പുരട്ടിയാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ മീനിൽ മസാലയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഈ കൈ കൊണ്ടാണ് മസാല പുരട്ടാൻ എപ്പോഴും നല്ലത്. പിന്നെ ഇത് മസാല പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീൻ ഒരിക്കലും ഉടഞ്ഞു പോരുത്. ഉടഞ്ഞു പോയാൽ ഇതിൻ്റെ ഒരു അച്ചാറിട്ട് കഴിയുമ്പോൾ അതിനൊരു ഭംഗിയൊന്നും കാണത്തില്ല. കഴിയുന്നതും ഉടയാതെയാണ് ഇത് പുരട്ടേണ്ടത്. മീൻ നമ്മൾ പുരട്ടി വെച്ചേക്കായിരുന്നു കുറച്ച് നേരം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി കറിവേപ്പില അതിലിട്ട് ഇനി നമ്മൾ ഈ മസാല പുരട്ടി വെച്ചേക്കുന്ന ഫിഷ് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. ഫിഷ് ഫ്രൈ ചെയ്യണമെന്ന് ശ്രദ്ധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിയിരിക്കും. ഇത് അടുത്ത സൈഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോഴും ഇത് മീനിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാൻ നോക്കിക്കോളണം. ഇത് പൊട്ടിയത് കണ്ടോ, ഫിഷ് ഫ്രൈ നന്നായിട്ട് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചാണ് നമ്മൾ പിക്കിൾ തയ്യാറാക്കുന്നത്. ഓക്കെ, പിക്കിൾ തയ്യാറാക്കാനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കണം.
ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. കുറച്ച് അതിനൊരു അളവൊന്നുമില്ല, ഒരു ഉദ്ദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ അങ്ങ് ഒഴിക്കുക. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കണക്കാണ്. ചില ആൾക്കാർ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ അത്യാവശ്യം എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഈ ഉപ്പ് കടുക് ഉപ്പ് കടുകിട്ടതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. കടുകും ഉലുവയും ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതയ്ക്കണം. ഇഞ്ചി ഒരു 2 മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി 2 വലിയ സൈസുള്ള ആണ് പൊളിച്ചിട്ട് അത് 2ആയിട്ട് നടുക്ക് പിളർന്നെടുത്തേക്കുന്നതാണ്. അതിനെ ഇനി ചതയ്ക്കണം. ഈ 2 ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ കല്ലിലിട്ട് ഒന്ന് ചതയ്ക്കാൻ പോവുകയാണ്. ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർക്കണം. ഇത് 2 ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. ഇത് ചതച്ച് ഇടിച്ച് അരച്ചെടുക്കണ്ട. ഇത് ഒരു ചെറുതായിട്ടൊന്ന് തള്ളി ചതച്ചാൽ മതി. കാരണം ഒരുപാട് ചതച്ച് കഴിഞ്ഞാൽ അത് പേസ്റ്റായി കൊള്ളത്തില്ല. പിന്നെ വെള്ളത്തിന് ഈർപ്പമൊക്കെ കാണും. ഇത് ആ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നല്ലൊരു ബ്രൗൺ കളറാവണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളറായിട്ടാണ് നമ്മൾ പിക്കിൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ബ്രൗണായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് 2 പച്ചമുളക് ഇട്ടു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ ഉപ്പിടുന്നത് ഈ വെളുത്തുള്ളി ഇഞ്ചി അല്ലെങ്കിൽ ഉപ്പില്ലാതായിപ്പോവും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപ്പിട്ട് തരുന്നത്. കുറച്ചിട്ടാൽ മതി. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ പിക്കിളിനുള്ള മസാല തയ്യാറാക്കുകയാണ്. ഇതിൽ നമ്മൾ മുളക് പൊടി ഇടണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി കളർ മാറിപ്പോവും, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ സൂക്ഷിച്ചു പോകണം. കളർ മാറി ഇത് ഭംഗിയില്ല കാണാൻ. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടണം. മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഫിഷ് ഇതിനകത്തേക്ക് ഇടണം. ഈ മീൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ചേർക്കണം. ഈ അടിയിൽ തയ്യാറാക്കി വെച്ചിരുന്ന അടിയിൽ തയ്യാറായ മസാല നമ്മൾ ഈ മീനിൻ്റെ എല്ലാ പീസുകളിലും കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയാണ് ശരിക്കും ആ പിക്കിൾ കൂട്. ഇപ്പം നമ്മുടെ
നമ്മുടെ ഫിഷ് പിക്കിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫിഷ് പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഫിഷ് പിക്കിൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല. ഫിഷ് ലവേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള വലിയ പാടൊന്നുമില്ല. നല്ല ഫിഷ് ചൂര മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.